പിണറായിയുടെ സ്വഭാവത്തിന് അറിയാമല്ലോ. ഇഷ്ടപ്പെടാതെ കൊടുത്തെങ്കിൽ പുള്ളി അങ്ങോട്ട് കൊടുത്തെന്ന് പറഞ്ഞ സ്വഭാവക്കാരനാണ്. ആ അയ്യപ്പനെ കണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിച്ച് നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പൊ അയ്യപ്പനോട് ഭക്തിയോ വിഭക്തിയോ എന്ന് നിങ്ങൾ കണക്കാക്കി വെച്ചാൽ മതി. അതുകൊണ്ട് ഭക്തനല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ല. പിന്നെ ഭക്തിയും വിഭക്തിയും ഓരോരുത്തരുടെ അഭിപ്രായം മനസ്സിലുള്ളതാണ്. ഈ പണ്ട് ഈ ഭക്തനല്ല നിരീശ്വരവാദിയാണ് എന്ന് പറഞ്ഞ ചിലരെല്ലാം പഴയ ചില കമ്മ്യൂണിസ്റ്റുകാർക്ക് അതൊരു ആവേശമായിട്ടും ഒരു വിപ്ലവമായിട്ടും അതൊരു ഭംഗിയായിട്ടും തോന്നുമെങ്കിൽ ഇന്ന് ആ കാലമൊക്കെ പോയി. ഭക്തിയുള്ളവരോടാണ് ഇപ്പോൾ എല്ലാ പണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്കും കൂടുതൽ ഇഷ്ടം. മാത്രമല്ല അതുകൊണ്ടല്ല ശബരിമലയിൽ പോകുന്ന ആരാണ്? ഒന്നാം തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാടുള്ള ആളുകളാണ് മഹാഭൂരിപക്ഷം പോകുന്നത്. അതുകൊണ്ട് അതിനൊന്നും ഭക്തിയും വിഭക്തിയും പറഞ്ഞ് ആരും ഓരോ അഭിപ്രായം പറഞ്ഞ് അതിനെ വഷളാക്കാതെ അത് അതിന്റെ വഴിക്ക് വിട്ടേക്ക്. അതാണ് നല്ലത്. ഓരോരുത്തരും അവരുടെ അഭിപ്രായം മനസ്സിൽ വെച്ചിട്ടുണ്ട്, വിശ്വാസം മനസ്സിൽ വെച്ചിട്ടുണ്ട് അവർ പ്രവർത്തിക്കട്ടെ. വിശ്വാസി അവിശ്വാസി ഇന്നിപ്പോ ഇല്ല, എല്ലാം വിശ്വാസികളായി മാറിയിരിക്കുന്ന കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വലിയ ചർവിത കർമ്മം ചെയ്യണ്ട. കോമൺ സെൻസുകളൊന്ന് ആലോചിച്ചാൽ മതി. പിണറായി ഇത്രയും കഷ്ടപ്പെട്ട എന്തിനാ? എത്ര നാളത്തെ പ്രയത്നമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് അയ്യപ്പനെ മേടിക്കുക അത് ചെയ്തില്ലേ? അത് കണ്ട് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസുള്ള ആരും അദ്ദേഹം ഒരു വിശ്വാസി തന്നെയെന്ന് പറയും. അത് ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ പിന്നെ ഇതൊക്കെ പറയുന്നതിന്റെ തലയില് ആൾതാമസം ഇല്ലാഞ്ഞിട്ടാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ വളരെ മോശമായിരുന്നല്ലേ സ്ത്രീ പ്രവേശനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടന്നത്. എന്തുമാത്രം ബഹളമാണ് ഈ കേരളത്തിൽ നടന്നത്. ആ ബഹളമൊക്കെ നടന്ന കാലഘട്ടം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം 99 സീറ്റ് നേടിയില്ലേ? നമ്മൾ അത് കാണുക. അതൊന്നും ഒരു പ്രശ്നമല്ല. എന്തെങ്കിലും പരിഷ്കാരങ്ങൾ വരുത്തുമ്പോൾ അതിനെ ചെറുതാക്കി കാണിക്കാതെ ആര് പറയുന്നു എന്ന് നോക്കാതെ എന്ത് പറയുന്നു എന്ന് നോക്കി അതിനെ സഹായിക്കുക, സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ടാണ് എന്ന് പറയും. അപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണെങ്കിൽ അപ്പൊ വേറെ ന്യായം പറയാം. അത് ഇഷ്ടമല്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്നതിൽ പോകാതെ ചെയ്ത കാര്യങ്ങൾ നല്ലതിനെ നന്നായി കാണുകയും നല്ലത് പറയാനുള്ള വിവേകാണ് മനുഷ്യർക്കുണ്ടാകേണ്ടത്. ഇന്നലെ പന്തളത്ത് ഒരു സംഗമം നടന്നു. കൊള്ളാം. കാരണം ഒന്നും മോശമല്ല. ഹിന്ദു ഐക്യവേദിക്ക് കേരളത്തിൽ വേറില്ലാത്തൊരു സംഘടനയല്ല. കുറഞ്ഞ സമയം കൊണ്ട് അവർ നല്ല ഒരു സമ്മേളനം സംഘടിപ്പിച്ചു. ഒരുപാട് നാളത്തെ പ്രിപ്പറേഷൻ ഒന്നും അവർക്കില്ലായിരുന്നു. എന്തുകൊണ്ട് അവർക്ക് ഒരു ശക്തമായ ഒരു സംഘടന ഉണ്ട്. അത് RSS, BJP ഉൾപ്പെടെയുള്ള എല്ലാവരും അതിന്റെ പുറകിലുണ്ട്. ആ ഹിന്ദു ഐക്യവേദിക്കാര് എന്താണ് കൊട്ടാരം, പന്തളം കൊട്ടാരത്തിന്റെ സമീപത്ത് പന്തലിട്ട് അവിടെ ആൾക്കൂട്ടം ആ പന്തൽ ഉഴുന്നറിഞ്ഞ് കണ്ടിരുന്നു. ആ പന്തൽ ഈ പന്തലും തമ്മിൽ കുറെ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കണം. ആ പന്തലും ഈ പന്തലും തമ്മിൽ ആടുമ്പോഴുള്ള വ്യത്യാസമുണ്ട്. അത് ഇത് ചെറുതും അത് വലുതുമായിരുന്നു. പക്ഷെ എന്നാലും സമ്മേളനം ഗംഭീരം തന്നെയായിരുന്നു. ഒട്ടും മോശമാണെന്ന് പറയാനൊക്കത്തില്ല. കുറഞ്ഞ സമയം കൊണ്ട് അവർക്ക് ഇത്രയും ആളുകൾ സംഘടിപ്പിക്കാനത് ഒരു സർക്കാരല്ല, ഒരു സർക്കാർ മിഷനറി ഇല്ല, യാതൊന്നുമില്ലാതെ തന്നെ ഹിന്ദു ഐക്യവേദിക്കാർക്ക് ഇത്തരം ആളുകളെ അവിടെ സമ്മേളിപ്പിക്കാൻ സാധിച്ചു എങ്കിൽ ഹിന്ദു ഐക്യവേദിയുടെ ആ സംരംഭം വിജയിച്ചു എന്ന് തന്നെ പറയാം.